അപ്പൊ മിസ്സിന് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഈ സ്കൂളിൽ വെച്ചിട്ട് എന്താണ് ഞങ്ങളുമായി പങ്കുവയ്ക്കാമോ? ഈ സ്കൂളാണോ ഓവറോൾ ആണോ? ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു 2 years ബാക്ക് മിസ് ഹൈലൈറ്റ് മോളിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിസ് ഇങ്ങനെ നടക്കുമ്പോൾ 2 ബോയ്സ്, പക്ഷെ മിസ് അവരെ കണ്ടില്ല. അവർ വന്ന് വിളിച്ചു. ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആണത്. മിസ് രമാ മിസ് അല്ലേന്ന് വിളിച്ചു. അങ്ങനെ കുറേ നേരം അവർ സംസാരിച്ചപ്പോൾ അതിലൊരു കുട്ടി മിസ്സോട് പറഞ്ഞതെന്ന് വെച്ചാൽ, മിസ് എന്നോട് പറഞ്ഞൊരു കാര്യം കൊണ്ടാണ് ഇന്ന് അവൻ യൂറോപ്പിൽ ഫാഷൻ ഡിസൈനറാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവൻ വർക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പൊ മിസ് എന്നും അവനോട് പറയത്തില്ല, നീ ഒന്നും കൊണ്ടില്ല, നീ ഒന്നും ചെയ്യില്ല, നീ എന്നാടാ ഒന്ന് നന്നാവാൻ പോണത്. അപ്പൊ അവൻ നന്നായി പോയി. മിസ് അത് പറഞ്ഞതുകൊണ്ട് അവനൊരു വാശിയായിട്ട് അവൻ ഇന്ന് നമ്പർ 1 ഡിസൈനറായി. അപ്പോൾ അവൻ പറയാം, ഞാൻ ഫസ്റ്റ് സാലറി വാങ്ങി മിസ്സേ, ഇപ്പം ഞാൻ ലീവിൽ വന്നതാണ് നാട്ടിൽ. അപ്പം മിസ്സിനെ കണ്ടത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം മിസ്സിനും അത് ഭയങ്കര നല്ലൊരു സന്തോഷമായിരുന്നു അന്ന് ആ കുട്ടി അത് പറഞ്ഞപ്പോൾ. നമ്മൾ പറയുന്ന വാക്കുകൾ ഓരോരുത്തരും എങ്ങനെയാണ് എടുക്കുക എന്ന് അറിയില്ല, പക്ഷെ ആ കുട്ടി അത് കണ്ട് അത് കേട്ടിട്ട് അതിനനുസരിച്ചിട്ട് ആ കുട്ടി അതന്നെ എടുത്തു. പിന്നെ നിങ്ങൾക്ക് അറിയാം, അമ്മൂജി തമ്പി പഠിച്ചു പോയതാണ്. അവൾ ഇന്നൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ മിസ് ഒരിക്കൽ അവളോട് ചോദിച്ചു, നീ എന്തിനാ ക്ലിനിക്കൽ സൈക്കോളജി എടുത്തതെന്ന്. അപ്പോൾ അവൾ പറഞ്ഞത് എന്താ വെച്ചാൽ 12th ക്ലാസ് അവിടെ ഇരുന്നു, ഇന്നത്തെ 2nd A. അപ്പം മിസ്സിൻ്റെ അടുത്ത് കുട്ടികൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വരും, ഗ്രേസ് മാം ഇല്ലാത്ത സമയത്ത്. അപ്പോൾ അത് അവൾ ഇങ്ങനെ കണ്ട് അവൾക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് ആയി, സൈക്കോളജിനോടൊരു ഇൻട്രസ്റ്റ് ആയിട്ടാണ് അവൾ അത് എടുത്തത്. ഇങ്ങനെ കുറേ കുട്ടികൾ ഇങ്ങനെ വന്ന് പറയുമ്പോൾ നമുക്കത് നല്ല എക്സ്പീരിയൻസ് അല്ലേ, കുട്ടികളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ. ഓരോ അധ്യാപികനും അല്ലെങ്കിൽ അധ്യാപകനും എല്ലാവരും ചിന്തിക്കുന്നത് തന്നെയാണ്, സ്വന്തം പഠിപ്പിച്ച കുട്ടികളെ ഒരു വലിയ നിലയിലെത്തണം. സത്യമായിട്ടും അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടുന്നുണ്ട്. വീട്ടിലത്തെ ജോലികളും പിന്നെ ഈ സ്കൂളത്തെ ലൈഫും എല്ലാം കൂടെ ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുവരുന്നത് തന്നെ നിങ്ങൾക്കൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ആയിരം ഒന്നുമല്ല അതിനെ വെച്ച് കമ്പയർ ചെയ്യുന്നത്. അതുപോലെ ജാനി, നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയൊരു കാര്യം, മിസ് പറഞ്ഞു, ഇപ്പൊ 2 കുട്ടികളുടെ കഥ പറഞ്ഞപ്പോഴും ഒന്നിലും മിസ് ഒരു വർക്ക് എക്സ്പീരിയൻസ് ടീച്ചറായിട്ടാണെങ്കിൽ അടുത്തതിൽ മിസ് ഒരു കൗൺസിലറായിട്ട് അവിടെ മിസ് ഉണ്ടായിരുന്നു. അത് എല്ലാ ഒരു ഇതിലും നമ്മുടെ പവൻസിന്റെ കൂടെ മിസ് നമ്മുടെ കൂടെ നിന്നു. നല്ല ഫീൽഡ് ഓൾ റൗണ്ടർ അടക്കം.